നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള വിവാദങ്ങൾ ഒത്തുതീർപ്പിലേക്ക്. ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ മന്ത്രി ഭാര്യയോട് നേരിട്ട് ക്ഷമാപണം നടത്തിയതോടെയാണ് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമാകുന്നത്. ബിന്ദു മേനോൻ തന്നെയാണ് ഒത്തുതീർപ്പ് വാർത്താ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. കൊട്ടാരക്കര വാളകത്തെ കുടുംബ വീട്ടിൽ മന്ത്രിയെ അസ്വാഭാവിക സാഹചര്യത്തിൽ കണ്ടുവെന്ന ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തലോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. താൻ അവിടെ എത്തിയപ്പോൾ മന്ത്രിയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും അവരെ രഹസ്യമായി കാറിൽ കയറ്റി വിട്ടെന്നും ബിന്ദു ആരോപിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച തന്നിൽ നിന്ന് ഫോൺ തട്ടിയെടുക്കാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ശ്രമിച്ചതായും അവർ വെളിപ്പെടുത്തിയിരുന്നു. സംഭവ ദിവസം ബന്ധുവായ BJP കൗൺസിലർ ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം 112 വിളിച്ച് പോലീസ് സഹായം തേടിയെങ്കിലും നീതി ലഭിച്ചില്ലെന്ന് ബിന്ദു കുറ്റപ്പെടുത്തിയിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് മന്ത്രിയുടെ സ്വാധീനത്തിന് വഴങ്ങി ഇടപെടാതെ മടങ്ങിയെന്നും പോലീസ് വന്ന സമയത്ത് മന്ത്രി വീടിനുള്ളിലേക്ക് ഓടി ഒളിച്ചുവെന്നും ഇവർ ആരോപിച്ചിരുന്നു. ഈ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചിട്ടുണ്ട് എന്നും ബിന്ദു മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഭാര്യയുടെ പരസ്യമായ വെളിപ്പെടുത്തലുകൾ ഗണേഷ് കുമാറിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. പ്രതിപക്ഷ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ഘടകകക്ഷികൾക്കിടയിലെ വിഷയം ഗുരുതരമായി ചർച്ചയാവുകയും ചെയ്തു. രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നേരിടുമെന്ന ഘട്ടത്തിലാണ് ഒത്തുതീർപ്പ് ചർച്ചകൾ സജീവമായത്. മന്ത്രി കെ.വി. ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള മാസങ്ങൾ നീണ്ട പരസ്യമായ തർക്കങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ അനുനയ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തുടക്കമിട്ടത് മന്ത്രി തന്നെയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ ആദ്യപടിയായി അദ്ദേഹം തന്റെ സഹോദരിയുമായി സംസാരിക്കുകയും കുടുംബാംഗങ്ങൾ വഴി ഒത്തുതീർപ്പുള്ള സാഹചര്യം ഒരുക്കുകയുമായിരുന്നു. സഹോദരിയുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് നേരിട്ട് ബിന്ദു മേനോനെ വിളിച്ച് സംസാരിക്കാൻ മന്ത്രി തയ്യാറായതെന്നും ഈ വിഷയത്തിൽ കുടുംബത്തിന്റെ മധ്യസ്ഥത വ്യക്തമാക്കുന്നുണ്ട്. വാളകത്തെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങളും തുടർന്നുണ്ടായ പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളും മന്ത്രിയെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അദ്ദേഹം നേരിട്ട് ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത്. സംഭാഷണത്തിനിടെ തനിക്കുണ്ടായ വീഴ്ചകൾ അദ്ദേഹം ക്ഷമാപണം നടത്തിയതായി ബിന്ദു മേനോൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ഈ തുറന്ന സംസാരവും തെറ്റേറ്റുപറച്ചിലും വിവാദങ്ങൾ തണുപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട്. മന്ത്രി ക്ഷമാപണം നടത്തിയതോടെ തനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പരാതികളില്ല എന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും താൻ ആഗ്രഹിക്കുന്നതായും ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രതികരണത്തിലായിരുന്നു അദ്ദേഹം ക്ഷമാപണം നടത്തി ഇനി ഈ വിഷയത്തിൽ പരാതിയില്ലെന്ന ബിന്ദുവിന്റെ നിലപാട് അവർ വ്യക്തമാക്കിയത്. ഇന്നലത്തെ പ്രതികരണങ്ങളൊക്കെ വൈകാരികമായി പോയി എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും മന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും വലിയ ആശ്വാസമാണ് ബിന്ദു മേനോന്റെ പ്രതികരണം നൽകുന്നത്. രാഷ്ട്രീയമായി വലിയ കൊള്ളക്കമുണ്ടാക്കിയ ഒരു വിഷയം ഒടുവിൽ വ്യക്തിപരമായ സംഭാഷണത്തിലൂടെയും ക്ഷമാപണത്തിലൂടെയും പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനുനയ നീക്കത്തോടെ സർക്കാരിന് മുന്നണിക്കും വലിയ ആശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമാണ്. എന്തായാലും ഒരു മന്ത്രി നേരിട്ടുൾപ്പെട്ട ഒരു കുടുംബകലഹം പോലീസ് ഇടപെടലിലെ വീഴ്ചയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ എന്തായാലും ചർച്ചയാകും. ഗണേഷ് കുമാറിന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത്ര പെട്ടെന്നൊരു ക്ലീൻ ചിറ്റ് ലഭിക്കില്ല എങ്കിലും സാങ്കേതികമായി ഗണേഷ് കുമാർ രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല പരാതിയിലേക്കോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്കോ ഭാര്യ ബിന്ദു മേനോനും കടക്കാത്ത സ്ഥിതിക്ക് ഗണേഷ് കുമാർ സേഫ് ആണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.